വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പേസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ലേറ്റസ്റ്റ് പേപ്പറാണ്. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം ഉള്ളവർ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ക്ലാസ് എന്തെങ്കിലും കാണാൻ, ക്ലാസ് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ CRT ക്ലാസ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ടോപ്പിക് വൈസ് ആയിട്ടും സിലബസ് വൈസ് ആയിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കൂടെ കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും കാലങ്ങളായുള്ള സാമൂഹിക അടിമത്തത്തിലും എല്ലാവരും സന്തുഷ്ടരായിരുന്ന കേരളത്തെ വിഡ്ഢികളുടെ പറുദീസ എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും കാലങ്ങളായുള്ള സാമൂഹിക അടിമത്തത്തിലും എല്ലാവരും സന്തുഷ്ടരായിരുന്ന കേരളത്തെ വിഡ്ഢികളുടെ പറുദീസ എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? ആരാണ്? സ്വാമി വിവേകാനന്ദനാണ് അല്ലേ? സ്വാമി വിവേകാനന്ദനാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ എന്താണ് വിഡ്ഢികളുടെ പറുദീസ എന്നൊക്കെ വിശേഷിപ്പിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: USA സോവിയറ്റ് യൂണിയൻ്റെയും താൽപ്പര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ പരാമർശിക്കാൻ 1945 ആരാണ് ശീതയുദ്ധം എന്ന പദം മുന്നോട്ട് വെച്ചത്? അപ്പോൾ ശീതയുദ്ധം എന്ന് പറയുന്ന പദം 1945 മുന്നോട്ട് വെച്ചത് ആരായിരുന്നു? ഓപ്ഷൻ ബി ജോർജ് ഓർവെൽ ആണ്. ജോർജ് ഓർവെൽ എന്താണ് പറഞ്ഞത്? USA സോവിയറ്റ് യൂണിയൻ്റെയും താൽപ്പര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ പരാമർശിക്കാൻ 1945 ശീതയുദ്ധം എന്ന പദം മുന്നോട്ട് വെച്ചതാരാണ്? ജോർജ് ഓർവെൽ ആണ്. നെക്സ്റ്റ്: ഡഫറിൻ പ്രഭുവിൻ്റെ തലച്ചോറിൻ്റെ ഉൽപ്പന്നമാണ് കോൺഗ്രസ് എന്ന് ആരാണ് നിർദ്ദേശിച്ചത്? ഡഫറിൻ പ്രഭുവിൻ്റെ തലച്ചോറിൻ്റെ ഉൽപ്പന്നമാണ് കോൺഗ്രസ് എന്ന് ആരാണ് നിർദ്ദേശിച്ചത്? ആരാണ്? ലാലാ ലജ്പത് റായ്. ഡഫറിൻ പ്രഭുവിൻ്റെ തലച്ചോറിൻ്റെ ഉൽപ്പന്നമാണ് കോൺഗ്രസ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ലാലാ ലജ്പത് റായ്. 19ാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ അന്താരാഷ്ട്ര വിനിമയത്തിനുള്ള ഏക അംഗീകൃത തുറമുഖമായി ചൈനയിലെ ഏത് തുറമുഖമാണ് കണക്കാക്കപ്പെട്ടിരുന്നത്? 19ാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ അന്താരാഷ്ട്ര വിനിമയത്തിനുള്ള ഏക അംഗീകൃത തുറമുഖമായി ചൈനയിലെ ഏത് തുറമുഖമാണ് കണക്കാക്കപ്പെട്ടിരുന്നത്? ഓപ്ഷൻ ബി കാൻഡൻ. 19ാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ അന്താരാഷ്ട്ര വിനിമയത്തിനുള്ള ഏക അംഗീകൃത തുറമുഖമായി ചൈനയിലെ ഏത് തുറമുഖമാണ്? കാൻഡൻ. നെക്സ്റ്റ്: ശീതയുദ്ധകാലത്തെ ഏറ്റുമുട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചത് എന്താണ്? ശീതയുദ്ധകാലത്തെ ഏറ്റുമുട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചത് എന്താണ്? ഓപ്ഷൻ സി നാം. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതായിരുന്നു? ഓപ്ഷൻ ഡി കോഴിക്കോട്. സാഹിത്യ നഗരം ഏതാണ്? കോഴിക്കോട്. താഴെ പറയുന്ന അന്തരീക്ഷ പാളികളിൽ ഏറ്റവും സാന്ദ്രത കൂടിയത് ഏതാണ്? ഓപ്ഷൻ സി ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷ പാളികളിൽ ഏറ്റവും സാന്ദ്രത കൂടിയത് ഏതാണ്? ട്രോപ്പോസ്ഫിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഭൂമിയുടെ ഉൾഭാഗത്തുള്ള താഴെ പറയുന്ന പാളികളിൽ ഏതാണ് ഖരാവസ്ഥയിലുള്ളത്? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഭൂമിയുടെ ഉള്ളറ, ഭൂമിയുടെ ഘടനയെക്കുറിച്ചിട്ടൊക്കെ. അപ്പോൾ ഇതിൽ ഖരാവസ്ഥയിലുള്ളത് ഏതാണ് ഖരാവസ്ഥയിലുള്ളത്? ഏതൊക്കെയാണ്? അകക്കാമ്പും താഴത്തെ ആവരണം എന്താണ്? ഖരാവസ്ഥയിലാണ്. അകക്കാമ്പും താഴത്തെ ആവരണം ഖരാവസ്ഥയിലാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് ആൻസർ വരുന്നത്. അകക്കാമ്പ് താഴത്തെ ആവരണം ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്: സുന്ദർബൻ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളുടെ ആവാസ വ്യവസ്ഥ ഏതാണ്? സുന്ദർബനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സുന്ദർബൻ കഴിഞ്ഞാലുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ്. ഒഡീഷയിലെ ഭിത്താർകണികയാണ് രണ്ടാമത്തത്. സുന്ദർബൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളുള്ള ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. ഒഡീഷയിലെ ഭിത്താർകണികയാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി നാഗാലാൻഡിലാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്: കേരളത്തിൽ നെൽകൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ശരിയായ ആരോഹണക്രമം താഴെ പറയുന്നവയിൽ നിന്നും തിരിച്ചറിയുക.
നെൽകൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. ആരോഹണ ക്രമം അല്ലേ, ചെറുതിൽ നിന്നും വലുതിലേക്കാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ഏറ്റവും ചെറുത്, ഏറ്റവും ചെറിയ വിസ്തൃതി ഉള്ളത് ഏതാണ്? കോട്ടയാണ്. പിന്നെ തൃശ്ശൂർ, പിന്നെ ആലപ്പുഴ, പാലക്കാട് എന്നിങ്ങനെയാണ് വരുന്നത്. കോട്ടയം, തൃശ്ശൂർ, ആലപ്പുഴ, പാലക്കാട്. കോട്ടയം, തൃശ്ശൂർ, ആലപ്പുഴ, പാലക്കാട്. നെക്സ്റ്റ്, ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ചുഴലിക്കാറ്റ് ബിപർജോയി ഏറ്റവും കൂടുതൽ ബാധിച്ചത്? ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ചുഴലിക്കാറ്റും ബിപർജോയും ഏറ്റവും കൂടുതൽ ബാധിച്ചത്? ഏത് സംസ്ഥാനത്തിനെയാണ്? ഓപ്ഷൻ എ ഗുജറാത്ത്. ഇന്ത്യൻ ആസൂത്രണത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? പഞ്ചവത്സര പദ്ധതിക്ക് പകരം 1966-69 കാലയളവിൽ ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ ആയിരുന്നോ വാർഷിക പദ്ധതികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്? ശരിയാണല്ലോ അല്ലേ. പഞ്ചവത്സര പദ്ധതിക്ക് പകരം 1966-69 ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് പ്ലാൻ ഹോളിഡേ എന്നാണ് അറിയപ്പെടുന്നത്. വാർഷിക പദ്ധതികൾ മാത്രമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. കേന്ദ്രത്തിലെ സർക്കാർ മാറ്റം കാരണം 1978 5-ാം പഞ്ചവത്സര പദ്ധതി അതിൻ്റെ 4-ാം വർഷത്തിൽ അവസാനിച്ചു അല്ലേ. ഈ 1978 5-ാം പഞ്ചവത്സര പദ്ധതി അതിനെ 4-ാം വർഷത്തിൽ അവസാനിക്കുകയാണ്. നമുക്കറിയാം പഞ്ചവത്സര പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നത് 1951 സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 വർഷ കാലയളവാണ്. എന്നാൽ 2-3 ഗ്യാപ്പ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഒരു സമയത്ത് എക്സെപ്ഷൻ കേസുകളാണ് പറയുന്നത്. ആ ഒരു സമയത്ത് നടന്നിരുന്ന കേസുകളാണ് പറയുന്നത്. നെക്സ്റ്റ്, 8-ാം പഞ്ചവത്സര പദ്ധതി 1990 ആരംഭിക്കാൻ കഴിഞ്ഞില്ല. 1992 മാത്രമാണ് ആരംഭിച്ചത്. 8-ാം പഞ്ചവത്സര പദ്ധതി 90 ആരംഭിക്കാൻ കഴിഞ്ഞില്ല. എപ്പോഴാണ് ആരംഭിക്കുന്നത്? 92 ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അതും ശരിയാണ്. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ് 1, 2, 3 ശരിയാണ്. നെക്സ്റ്റ്, നീതി ആയോഗിനെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? DMEOയും നിലയടും നീതി ആയോഗിന് കീഴിൽ വരുന്ന 2 അറ്റാച്ച്ഡ് സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. DMEOയും നിലയടും നീതി ആയോഗിന് കീഴിൽ വരുന്ന 2 അറ്റാച്ച്ഡ് സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ശരിയാണ്. ഇന്ത്യൻ രാഷ്ട്രപതി നീതി ആയോഗിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സണായി പ്രവർത്തിക്കുന്നു. തെറ്റാണല്ലേ. നീതി ആയോഗിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആരാണ്? പ്രധാനമന്ത്രിയാണ്. എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ 2025 ചോദിച്ച ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച എക്കണോമിക്സും കറണ്ട് അഫയേഴ്സും അങ്ങനെ ഓരോരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാം കേട്ടോ. സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുകയും നയരൂപീകരണത്തിൽ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നീതി ആയോഗിൻ്റെ പ്രധാന ലക്ഷ്യം. ശരിയാണല്ലേ. നീതി ആയോഗിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിൽ വരുന്നതാണ് സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക, അതുപോലെ നയരൂപീകരണത്തിൽ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക. അപ്പോൾ ഏതാണ് ശരിയായിട്ട് വന്നത്? 1, 3 അല്ലേ. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഹരിത വിപ്ലവത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഭക്ഷ്യധാന്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഹരിത വിപ്ലവം രാജ്യത്തെ സഹായിച്ചിട്ടുണ്ട്. ശരിയാണല്ലോ. ഭക്ഷ്യധാന്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഹരിത വിപ്ലവം രാജ്യത്തെ സഹായിച്ചിട്ടുണ്ട്. ഉയർന്ന വിളവ് നൽകുന്ന ഇനം വിത്തുകൾ ഹരിത വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായിരുന്നു. ഉയർന്ന വിളവ് നൽകുന്ന ഇനം വിത്തുകൾ എന്ന് വെച്ചാൽ എന്താണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ. ഗ്രിഗർ മെൻഡലിനെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നു. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? നോർമൻ ബോർലോഗ് ആണ് അല്ലേ. നോർമൻ ബോർലോഗ് ആണ്. അപ്പോൾ നമുക്ക് തെറ്റാണ് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ട് വന്നത്? 1ഉം 2ഉം അല്ലേ. 1ഉം 2ഉം ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി ഓൺലി 1ഉം 2ഉം ആണ് ശരിയായ ആൻസർ. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? നോർമൻ ബോർലോഗ് ആണ്. നോർമൻ ബോർലോഗ് ആണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? നോർമൻ ബോർലോഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? സ്വാമിനാഥനാണ്. MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ചോദിക്കുകയാണെങ്കിൽ MS സ്വാമിനാഥനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, GSTയെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇന്ത്യയിലെ കയറ്റുമതിക്കും ഇറക്കുമതിക്കും സംയോജിത GST ബാധകമാണ്. ഇന്ത്യയിലെ കയറ്റുമതിക്കും ഇറക്കുമതിക്കും സംയോജിത GST ബാധകമാണ്. അതായത് IGST ബാധകമാണ്. ശരിയാണ്. GST സംവിധാനത്തിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാങ്ങലുകൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കും. GST സംവിധാനത്തിൽ ബിസിനസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാങ്ങലുകൾക്ക് ഇൻപുട്ട് ടാക്സ് ലഭിക്കും. ശരിയാണ്.
ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കും. 2017 ഇന്ത്യയിൽ GST നടപ്പിലാക്കിയത്. 2017 ഇന്ത്യയിൽ GST നടപ്പിലാക്കിയത്. അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓൾ ഓഫ് ദി എബോവ് 1, 2, 3 ശരിയാണ്. ഇന്ത്യയിലെ കയറ്റുമതിക്കും ഇറക്കുമതിക്കും സംയോജിത GST ബാധകമാണ്. GST സംവിധാനത്തിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാങ്ങലുകൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കും. 2017 ഇന്ത്യയിൽ GST നടപ്പിലാക്കിയത്. നെക്സ്റ്റ്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇന്ത്യയിലെ എല്ലാ വീടുകൾക്കും ബാങ്കിംഗ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ ആദ്യഘട്ടം ലക്ഷ്യമിടുന്നത്. ശരിയാണ്. ഇന്ത്യയിലെ എല്ലാ വീടുകൾക്കും ബാങ്കിംഗ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ ആദ്യഘട്ടം ലക്ഷ്യമിടുന്നത്. നെക്സ്റ്റ് എന്താണ്? ഇന്ത്യയിലെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി നിങ്ങളുടെ ഉപഭോക്താവിനെ അറിയുക, മാനദണ്ഡങ്ങൾക്കായുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. തെറ്റാണ് അല്ലേ? സെബിയുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? സെബിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നതിനൊപ്പം സെക്യൂരിറ്റികളിൽ നിക്ഷേപിക്കുന്ന നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്നതാണ് എന്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? സെബിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റും മ്യൂച്വൽ ഫണ്ടുകളും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതും സെബി നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ സെബി നിയന്ത്രിക്കുന്നത് എന്താണ് സെബി നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതാണ് സെബി നിയന്ത്രിക്കുന്നു. എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് സെബി നിയന്ത്രിക്കുന്നു. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നതിനൊപ്പം തന്നെ സെക്യൂരിറ്റികളിൽ നിക്ഷേപിക്കുന്ന നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് 1992 ഇന്ത്യ ഗവൺമെൻറ് സ്ഥാപിച്ച ഒരു സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി ബോഡിയാണ് എന്ന് പറയുന്നത് സെബി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റും മ്യൂച്വൽ ഫണ്ടുകളും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതും സെബി നിയന്ത്രിക്കുന്നു. ഇന്ത്യയുടെ വിദേശ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് എക്സിം ബാങ്ക് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. എക്സിം ബാങ്ക് എന്താണ് ചെയ്യുന്നത്? ഇന്ത്യയുടെ വിദേശ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട എക്സിം ബാങ്കിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അത് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി. ഓപ്ഷൻ എന്താ വരുന്നത്? ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഓൺലി 1 and 3 ശരിയായിട്ട് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2021 പൊതുമേഖലാ ബാങ്കുകളുടെ ലയനത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 2021 പൊതുമേഖലാ ബാങ്കുകളുടെ ലയനത്തെക്കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് എന്താണ്? മുകളിൽ സൂചിപ്പിച്ച ലയനം ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നിവയെ ബാധിച്ചിട്ടില്ല. മുകളിൽ സൂചിപ്പിച്ച ലയനം, അതായത് 2021 പൊതുമേഖലാ ലയനം എന്ന് പറയുന്നത്, പൊതുമേഖലാ ബാങ്കുകളുടെ ലയനം എന്ന് പറയുന്നത് ഏതൊക്കെ ബാങ്കുകളെയാണ് സ്വാധീനിക്കാത്തത്, ബാധിക്കാത്ത ഏതൊക്കെ ബാങ്കുകളാണ്? ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നിവയെ ബാധിച്ചിട്ടില്ല. ശരിയാണ്. ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും 2021 കാനറ ബാങ്ക് ലയിച്ചോ? തെറ്റാണ്. ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും 2021 ഏത് ബാങ്കിലാണ് ലയിക്കുന്നത്? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ലയിക്കുന്നത്. യൂണിയൻ ബാങ്കിലാണ് ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും ലയിച്ചത്. ദേന ബാങ്കും വിജയ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയുമായി ലയിച്ചത് 2021 ഈ ലയന പ്രക്രിയയുടെ ഭാഗമായിരുന്നു. ദേന ബാങ്കും വിജയ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയിലാണ് ലയിച്ചത്. അത് ശരിയാണ്. പക്ഷേ ഇത് ലയിച്ചത് 2021 അല്ല, 2019 ലയനപ്രകാരമാണ് ലയിച്ചത്. 2019 ലയനപ്രകാരമാണ് ലയിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇന്ത്യയിലെ ഹൈക്കോടതി ജഡ്ജിമാരെ രാഷ്ട്രപതി നിയമിക്കുന്നത് എങ്ങനെയാണ്? ഇന്ത്യയിലെ ഹൈക്കോടതി ജഡ്ജിമാരെ രാഷ്ട്രപതി നിയമിക്കുന്നത് എങ്ങനെയാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചന നടത്തിയ ശേഷം. ശരിയാണ്. അതുപോലെ ബന്ധപ്പെട്ട സംസ്ഥാന ഗവർണറുമായി കൂടിയാലോചന നടത്തിയ ശേഷം. അതും ശരിയാണ്. ബന്ധപ്പെട്ട സംസ്ഥാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചന നടത്തിയ ശേഷം. അതും ശരിയാണ്. സംസ്ഥാന മുഖ്യമന്ത്രിയായിട്ടൊന്നും കൂടിയാലോചന നടത്തുന്നില്ല. അപ്പം നമുക്ക് ശരിയായിട്ടുള്ളത് 1, 2, 3 ഓപ്ഷൻ ഡി ആണ് വരുന്നത്.
ഇന്ത്യയിലെ ഹൈക്കോടതി ജഡ്ജിമാരെ രാഷ്ട്രപതി നിയമിക്കുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി അതുപോലെ തന്നെ സംസ്ഥാന ഗവർണറായിട്ട് അതുപോലെ സംസ്ഥാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായിട്ട് കൂടിയാലോചന നടത്തിയതിന് ശേഷമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. പ്രസ്താവന 1, സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഉള്ള ഏതെങ്കിലും ജഡ്ജിയുടെ കർത്തവ്യ നിർവഹണവുമായി ബന്ധപ്പെട്ട് ഒരു സംസ്ഥാന നിയമസഭയിലും ഒരു ചർച്ചയും നടത്താനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. എന്നാണ് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലുള്ള ഏതെങ്കിലും ജഡ്ജിയുടെ കർത്തവ്യ നിർവഹണവുമായി ബന്ധപ്പെട്ട് ഒരു സംസ്ഥാന നിയമസഭയിലും ഒരു ചർച്ചയും നടത്താൻ പാടില്ല. ശരിയാണ്. നടപടിക്രമങ്ങളിലെ ഏതെങ്കിലും ക്രമക്കേടിൻ്റെ പേരിൽ സംസ്ഥാന നിയമസഭകളിൽ നടക്കുന്ന നടപടികളുടെ സാധുത കോടതികൾക്ക് മുമ്പാകെ ചോദ്യം ചെയ്യാനായിട്ട് പാടില്ല. അതും ശരിയാണ്. എന്താണ് നടപടിക്രമങ്ങളിലെ ഏതെങ്കിലും ക്രമക്കേടിൻ്റെ പേരിൽ സംസ്ഥാന നിയമസഭകളിൽ നടക്കുന്ന നടപടികളുടെ സാധുത കോടതികൾക്ക് മുമ്പാകെ ചോദ്യം ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത്. ബോത്ത് 1, 2 ശരിയാണ്. എന്താണ് പറഞ്ഞത്? സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലുള്ള ഏതെങ്കിലും ജഡ്ജിയുടെ കർത്തവ്യ നിർവഹണവുമായി ബന്ധപ്പെട്ട് ഒരു സംസ്ഥാന നിയമസഭയിലും ചർച്ച നടത്താനായിട്ട് പാടില്ല. നടപടിക്രമങ്ങളിലെ ഏതെങ്കിലും ക്രമക്കേടിൻ്റെ പേരിൽ സംസ്ഥാന നിയമസഭകളിൽ നടക്കുന്ന നടപടികളുടെ സാധ്യത കോടതികൾക്ക് മുമ്പാകെ ചോദ്യം ചെയ്യുവാനും പാടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ലക്ഷ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്ന് പറയുന്നത് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ശരിയാണ്. യൂണിയനിൽ നിന്നുള്ള സംസ്ഥാനങ്ങളുടെ വേർപിരിയൽ വരുന്നുണ്ട്. ആമുഖത്തിലില്ല അല്ലേ? യൂണിയനിൽ നിന്ന് സംസ്ഥാനങ്ങളുടെ വേർപിരിയൽ വരുന്നില്ല. രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? ഐക്യം, അഖണ്ഡത ഒക്കെ ഏതാണ്? ആമുഖത്തിൽ പരാമർശിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ ഈ യൂണിയനിൽ നിന്ന് സംസ്ഥാനങ്ങളുടെ വേർപിരിയൽ എന്ന് പറയുന്നതാണ് നമുക്കില്ലാത്ത ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണല്ലോ 2 ഓൺലി തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് വിദ്യാഭ്യാസ അവകാശത്തെ മൗലികാവകാശമാക്കി മാറ്റിയത്? എത്രാമത്തെ ഭേദഗതിയാണ്? 86ാമത്തെ ഭേദഗതിയാണ്. 86ാമത്തെ ഭേദഗതിയിൽ 2002 86ാമത്തെ ഭേദഗതിയിലാണ് വിദ്യാഭ്യാസ അവകാശത്തെ മൗലികാവകാശമാക്കി മാറ്റിയത്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപന വ്യവസ്ഥകളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? നോക്കാം. ഇന്ത്യയുടെ മൊത്തമായോ ഏതെങ്കിലും പ്രദേശത്തിൻ്റെയോ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുന്നതായി രാഷ്ട്രപതിക്ക് ബോധ്യപ്പെട്ടാൽ അത്തരമൊരു ഭീഷണിയെ നേരിടാനായി അദ്ദേഹം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. അപ്പോൾ രാജ്യത്തെ അടിയന്തരാവസ്ഥ രാഷ്ട്രപതിയാണ് പ്രഖ്യാപിക്കുന്നത്. എന്ത് കാരണത്തിലാണ് പറയുന്നത്? ഇന്ത്യയുടെ മൊത്തമായോ ഏതെങ്കിലും പ്രദേശത്തിൻ്റെയോ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുന്നതായിട്ട് രാഷ്ട്രപതിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ആ രാജ്യത്തെ അടിയന്തരാവസ്ഥയായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തുന്നതിനായി കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം രേഖാമൂലം അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ലെങ്കിൽ രാഷ്ട്രപതി അത്തരമൊരു പ്രഖ്യാപനം പുറപ്പെടുവിക്കാനായിട്ട് പാടില്ല. അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തുന്നതിനായിട്ട് കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം രേഖാമൂലം അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രപതിക്ക് ഇതൊന്നും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള അധികാരമില്ല എന്ന് പറയുന്നത് എന്താണ്? ശരിയായിട്ടുള്ളതാണ്. ഓക്കെ. ആർട്ടിക്കിൾ 352 പ്രകാരം രാഷ്ട്രപതി പുറപ്പെടുവിക്കുന്ന ഓരോ അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും പാർലമെൻറ്റിൻ്റെ ഇരു സഭകളുടെയും അംഗീകാരത്തിനായി സഭകൾക്ക് മുമ്പേ വെക്കേണ്ടതാണ്. കൂടാതെ 6 മാസത്തിന് ശേഷം പാർലമെൻറ്റ് ഇരു സഭകളുടെയും അംഗീകാരം പ്രഖ്യാപനത്തിന് ലഭിച്ചില്ല എങ്കിൽ രാഷ്ട്രപതിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നിർത്തലാക്കുന്ന എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? 1946 ഡിസംബർ 9-ന് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക ചെയർമാനായി നിയമിച്ചു. ശരിയാണല്ലോ. 1946 ഡിസംബർ 9-നാണ് സച്ചിദാനന്ദ സിൻഹയെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക അധ്യക്ഷനാരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. 1946 ഡിസംബർ 11-ന് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. തെറ്റാണല്ലോ. ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു ആണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇയർ നമുക്ക് തെറ്റായിട്ടാണ് തന്നിരിക്കുന്നത്. എന്നാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്?
1946 ഡിസംബർ 13 ഡിസംബർ 13-നാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. 1946 ഡിസംബർ 13-നാണ്. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്? 1947 ഓഗസ്റ്റ് 29-ന് ഭരണഘടനാ നിർമ്മാണ സമിതി ഡോക്ടർ BR അംബേദ്കറുടെ അധ്യക്ഷതയിൽ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. ശരിയാണോ? ശരിയാണല്ലേ. 1947 ഓഗസ്റ്റ് 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയായി രൂപീകരിക്കുന്നത്. ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്നത്. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. എന്നാണ് രൂപീകരിച്ചത്? 1947 ഓഗസ്റ്റ് 29-നാണ്. അപ്പോൾ 1946 ഡിസംബർ 9-നാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക ചെയർമാനായിട്ട് നിയമിക്കുന്നത്. 1946 ഡിസംബർ 13-നാണ് ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചത്. 1947 ഓഗസ്റ്റ് 29-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിൽ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. അപ്പോൾ നമുക്ക് തെറ്റായിട്ടുള്ള ഏതാണ്? രണ്ടാമത്തെ ഓപ്ഷൻ അല്ലേ വരുന്നത്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് തെറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ സി അല്ലേ? ഓപ്ഷൻ സി ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിലെ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതെല്ലാമാണ്? നമുക്കറിയാം 7ാം ഷെഡ്യൂളിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത്. കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് വരുന്നത്? വൈദ്യുതി. നമുക്ക് തന്നിരിക്കുന്നതിൽ വന്നിട്ടുള്ളത് ഏതാണ്? വൈദ്യുതിയാണ് എന്ത് വരുന്നത്? കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നത് വൈദ്യുതി മാത്രമാണ്. ഈ മത്സ്യബന്ധനം, പൊതുജനാരോഗ്യം എന്നിവയൊക്കെ ഏതിലാണ് വരുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. മത്സ്യബന്ധനം, പൊതുജനാരോഗ്യം എന്നിവയൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? യൂണിയനും സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഭരണഘടനയുടെ ഭാഗം പാർട്ട് 11-ലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ശരിയാണ്. യൂണിയനും സംസ്ഥാനങ്ങളും കീഴിലുള്ള സേവനങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഭരണഘടനയുടെ 14-ൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഭാഗം 14-ലാണ് യൂണിയനും സംസ്ഥാനങ്ങളുടെ കീഴിലുള്ള സേവനങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ പ്രതിപാദിച്ചിരിക്കുന്നത്. ശരിയാണ്. ചില വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക വ്യവസ്ഥകൾ ഭരണഘടനയുടെ ഭാഗം 16-ൽ പ്രതിപാദിച്ചിരിക്കുന്നു. അതും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓൾ ഓഫ് ദി എബോവ് 1, 2, 3 ശരിയാണ്. യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ ഭാഗം 11-ലാണ്. യൂണിയനും സംസ്ഥാനങ്ങളുടെ കീഴിലുള്ള സേവനങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഭാഗം 14-ലാണ്. 16-ൽ എന്താണ് പറയുന്നത്? ചില വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക വ്യവസ്ഥകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? കമ്മീഷൻ്റെ അധ്യക്ഷൻ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന വ്യക്തി ആയിരിക്കണം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജിയോ ആയിരുന്ന വ്യക്തി ആയിരിക്കണം. ശരിയാണ്. മറ്റൊരു അംഗം നിലവിൽ ഒരു ഹൈക്കോടതി ജഡ്ജി ആയിരുന്നതോ ആയ വ്യക്തിയായിരിക്കണം. അതല്ലെങ്കിൽ ജില്ലാ ജഡ്ജിയായി കുറഞ്ഞത് 7 വർഷം പ്രവർത്തിച്ചിട്ടുള്ള സംസ്ഥാനത്തെ ഒരു ജില്ലാ ജഡ്ജി ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതും ശരിയാണ്. എന്താണ് പറഞ്ഞത്? മറ്റൊരു അംഗം, അതായത് ഒരു അംഗം കൂടി ഉണ്ടായിരിക്കല്ലോ. ഈ ഒരു അംഗം എന്ന് പറയുന്നത് ഒരു ഹൈക്കോടതി ജഡ്ജി ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ളൊരു വ്യക്തി, ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിലവിലുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ 7 വർഷമെങ്കിലും പ്രവൃത്തി പരിചയമുള്ള ഒരു ജില്ലാ ജഡ്ജിയെങ്കിലും ആയിരിക്കണം. ഈ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ്? ജസ്റ്റിസ് JB കോശി ചെയർപേഴ്സണായും ഡോക്ടർ എസ് ബലരാമൻ, ശ്രീ TK വിൽസൺ എന്നിവർ അംഗങ്ങളുമായുള്ള ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷനെ 1998-ൽ കേരള ഗവർണർ നിയമിച്ചു എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് തെറ്റാണ്. കാരണം എന്താണ്? ചെയർപേഴ്സൺ ആരായിരുന്നു? ഫസ്റ്റത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരായിരുന്നു? പരീത് പിള്ളയായിരുന്നു അല്ലേ. MM പരീത് പിള്ളയായിരുന്നു. JB കോശി എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ചെയർപേഴ്സൺ ആരാണ്? MM പരീത് പിള്ളയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ പരീത് പിള്ളയാണ്. ഡോക്ടർ എസ് ബലരാമൻ, ശ്രീ TK വിൽസൺ എന്നിവർ അംഗങ്ങളായിരുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നതെന്നാണ് 1991 ഡിസംബർ 11-നാണ്. 1991 ഡിസംബർ 11-നാണ് നിലവിൽ വന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. ശരിയായിട്ടുള്ളത് 1ഉം 2ഉം മാത്രമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ അധ്യക്ഷൻ എന്ന് പറയുന്ന ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജി ആയിരുന്ന വ്യക്തിയായിരിക്കാം. വേറൊരു അംഗം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ
നിലവിലുള്ള ജഡ്ജി ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് വിരമിച്ച് ജഡ്ജി ആയിരിക്കാം എന്ന് പറയുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ജില്ലാ ജഡ്ജി ആയിട്ട് ഒരു 7 വർഷം പരിചയമുള്ള ഒരാളെങ്കിലും ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി ഫസ്റ്റത്തെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് MM പരീതിപിള്ളിയാണ് അധ്യക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാക്കി 2 അംഗങ്ങൾ ഡോക്ടർ എസ് ബലരാമനും ശ്രീ TK വിൽസൺ ആയിരുന്നു. 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുപ്രീം കോടതി വിവരാവകാശം മൗലികാവകാശമായി പ്രഖ്യാപിച്ചത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുപ്രീം കോടതി വിവരാവകാശം മൗലികാവകാശമായിട്ട് പ്രഖ്യാപിച്ചത്? ആർട്ടിക്കിൾ 19(1)(a). 19(1)(a)ലാണ് സുപ്രീം കോടതി വിവരാവകാശം മൗലികാവകാശമായിട്ട് പ്രഖ്യാപിച്ചത്. വിവരാവകാശം മൗലികാവകാശമായിട്ട് പ്രഖ്യാപിച്ചത് ആർട്ടിക്കിൾ 19(1)(a)ലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏതാണ് സ്ത്രീകളുടെ ക്ഷേമത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ? സ്ത്രീകളുടെ ക്ഷേമത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ ഏതാണ്? അഭയകിരണം, പടവുകൾ, സ്നേഹസ്പർശം, ആശ്വാസനിധി. ഏതൊക്കെയാണ്? അഭയകിരണം, പടവുകൾ, സ്നേഹസ്പർശം, ആശ്വാസനിധി. അഭയകിരണം, പടവുകൾ, സ്നേഹസ്പർശം, ആശ്വാസനിധി. അപ്പോൾ ഓൾ ഓഫ് ദി എബൌട്ട് 1, 2, 3, 4 ശരിയാണ്. അഭയകിരണം, പടവുകൾ, സ്നേഹസ്പർശം, ആശ്വാസനിധി എന്നിവയാണ് കേരള സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ സ്ത്രീക്ഷേമത്തിനായി. നെക്സ്റ്റ്, കേരളത്തിലെ അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? 1957 രൂപീകരിച്ച ഭരണപരിഷ്കാര സമിതിയുടെ അധ്യക്ഷനായിരുന്നു ശ്രീ EMS നമ്പൂതിരിപ്പാട്. ശരിയാണല്ലോ, EMS നമ്പൂതിരിപ്പാടാണ് ആദ്യത്തെ ഭരണപരിഷ്കാര സമിതിയുടെ അധ്യക്ഷൻ. 1957 അത് രൂപീകരിക്കുന്നത്. അത് ശരിയാണ്. നെക്സ്റ്റ് എന്താണ്? കേരളത്തിലെ തദ്ദേശ ഭരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള മാറ്റങ്ങൾ പഠിക്കുന്നതിനും ശുപാർശ ചെയ്യുന്നതിനുമായി 1996 K. ശശിധരൻ നായർ കമ്മീഷൻ രൂപീകരിച്ചു. തെറ്റാണ്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 1996 ഓഗസ്റ്റ് 17 പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ആരംഭിച്ചു. അത് ശരിയാണ്. അപ്പോൾ 1996 ഓഗസ്റ്റ് 17 പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. എന്തിനാണ്? സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ്. അപ്പോൾ ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ വരുന്നത് 1, 3 ശരി. ഓപ്ഷൻ C ആണ് വരുന്നത്. നെക്സ്റ്റ്, കേരള സർക്കാർ ഫെബ്രുവരി 2000 നിയമിച്ച നരേന്ദ്രൻ കമ്മീഷൻ്റെ പ്രധാന ശുപാർശകൾ എന്തായിരുന്നു? 2000 നിയമിച്ച നരേന്ദ്രൻ കമ്മീഷൻ്റെ പ്രധാന ശുപാർശകൾ എന്തായിരുന്നു? പിന്നോക്കാവസ്ഥ ഒഴിവാക്കുന്നതിനും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അവകാശങ്ങൾ ഉറപ്പുവരുത്തുക. തുല്യ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി പ്രത്യേക നിയമന ക്യാമ്പയിനുകൾ നടപ്പിലാക്കുക എന്ന് പറയുന്നത് 2000 നിയമിച്ച നരേന്ദ്രൻ കമ്മീഷൻ്റെ പ്രധാന ശുപാർശകളിൽ ഒന്നായിരുന്നു. അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗങ്ങളുടെ ജനസംഖ്യ ആനുപാതികമായി പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് സംവരണം ഫലപ്രദമായി നടപ്പിലാക്കുക എന്ന് പറയുന്നത് എന്താണ്? നരേന്ദ്രൻ കമ്മീഷൻ്റെ പ്രധാന ശുപാർശകളാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സർക്കാർ ജോലികളുടെ കാര്യം അതിൽ പറയുന്നില്ല. അപ്പോൾ അത് ഓപ്ഷൻ 2 തെറ്റാണ്ടോ? അപ്പോൾ പിന്നോക്കാവസ്ഥ ഒഴിവാക്കുന്നതിനും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി പ്രത്യേക നിയമന ക്യാമ്പയിനുകൾ നടപ്പിലാക്കുക. പിന്നോക്ക വിഭാഗങ്ങളിലെ ജനസംഖ്യ ആനുപാതികമായി പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് സംവരണം ഫലപ്രദമായി നടപ്പിലാക്കുക എന്നിവയൊക്കെ എന്താണ്? ഫെബ്രുവരി 2000 നിയമിച്ച നരേന്ദ്രൻ കമ്മീഷൻ്റെ പ്രധാന ശുപാർശകളാണ്. ഓപ്ഷൻ C ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബയോകെമിക്കൽ മാലിന്യ സംസ്കരണ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യ മേഖലയിലെ അപകട സാധ്യതകളും തടയുന്നതിനായി കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ബയോകെമിക്കൽ മാലിന്യ സംസ്കരണ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യ മേഖലയിലെ അപകട സാധ്യതകളും തടയുന്നതിനായി കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ B എൻപ്രൗഡ്. ഒരു സംവേദനം ഗ്രഹിക്കുന്നതിന് ഒഴികെയുള്ള ഇനി പറയുന്ന വ്യവസ്ഥകൾ ആവശ്യമാണ്. ഒരു സംവേദനം ഗ്രഹിക്കുന്നതിന് എന്താണ് ആവശ്യം? പ്രതികരണം ആരംഭിക്കാൻ തക്ക ശക്തമായ ഉത്തേജനത്തെ ഒരു പ്രേരണയാക്കി മാറ്റുന്നതിനുള്ള ഒരു റിസപ്റ്റർ, തലച്ചോറിലെ പ്രേരണയെ വ്യാഖ്യാനം എന്നിവയൊക്കെ എന്താണ് ഒരു സംവേദനം ഗ്രഹിക്കുന്നതിന് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഒരു സംവേദനം ഗ്രഹിക്കുന്നതിന് നമുക്ക് ഒഴികെയുള്ളതാണ് പറഞ്ഞിരിക്കേണ്ടത്. ഒരു എഫക്റ്റർ അവയവത്തിലേക്കോ പേശിയിലേക്കുള്ള ഒരു മോട്ടോർ പ്രേരണ ഒഴികെയുള്ള ഇനി പറയുന്ന വ്യവസ്ഥകൾ ആവശ്യമാണെന്നാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ.
ഒരു സംവേദനം ഗ്രഹിക്കുന്നതിന് ഒരു എഫക്റ്റർ അവയവത്തിലേക്കോ പേശിയിലേക്കോ ഉള്ള ഒരു മോട്ടോർ പ്രേരണ ഒഴികെയുള്ള ഇനി പറയുന്ന വ്യവസ്ഥകൾ ആവശ്യമാണ്. നെക്സ്റ്റ്, പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതം വായുവിലേക്ക് പുറന്തള്ളുന്ന എല്ലാ പാറക്കഷ്ണങ്ങളെയും ഡേഷ് എന്ന് വിളിക്കുന്നു. പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതം വായുവിലേക്ക് പുറന്തള്ളുന്ന എല്ലാ പാറക്കഷ്ണങ്ങളെയും എന്താണ് നമ്മൾ വിളിക്കുന്നത്? എന്താണ്? ടെഫ്രേ എന്നാണ് വിളിക്കുന്നത്. ടെഫ്രേ എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ്, ചിക്കൻ ബോക്സ് എന്ന പകർച്ചവ്യാധിയെ എന്നാണ് വിളിക്കുന്നത്? ചിക്കൻ ബോക്സ് എന്ന പകർച്ചവ്യാധിയെ വിളിക്കുന്നത് എന്താണ്? വേരിസെല്ല വൈറസ് എന്നാണ് വിളിക്കുന്നത് അല്ലേ? നെക്സ്റ്റ്, വേരിസെല്ല വൈറസ് എന്നും പറയാറുണ്ട് അല്ലേ ചിക്കൻ ബോക്സിന്. നെക്സ്റ്റ്, കരളിൽ നാരുകളുള്ള കലകൾ നിറഞ്ഞു നിൽക്കുകയും സ്വയം നന്നാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥ ഏതാണ്? കരളിൽ നാരുകളുള്ള കലകൾ നിറഞ്ഞു നിൽക്കുകയും സ്വയം നന്നാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയാണ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി സിറോസിസ് എന്ന് പറയുന്നത്. കരൾ രോഗമാണ് സിറോസിസ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? കരളിൽ നാരുകളുള്ള കലകൾ നിറഞ്ഞു നിൽക്കുക, സ്വയം നന്നാക്കാൻ കഴിയാതെ വരാം. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2030 പശ്ചാത്തലത്തിൽ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളത്തിൽ ഈ ദൗത്യം ആരംഭിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസനങ്ങൾ 2030 പശ്ചാത്തലത്തിൽ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ആരംഭിച്ച ദൗത്യം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ആർദ്രം പദ്ധതിയാണ്. നെക്സ്റ്റ്, ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ന്യൂട്ടൻ്റെ നിയമങ്ങൾ നേരിട്ട് ബാധകമാകുന്നത് ഇനേർഷ്യൽ ഫ്രെയിമുകളിൽ മാത്രമാണ്. ശരിയാണ്. ന്യൂട്ടൻ്റെ നിയമങ്ങൾ നേരിട്ട് ബാധകമാകുന്ന ഇനേർഷ്യൽ ഫ്രെയിമുകളിൽ മാത്രമാണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും തെറ്റായിട്ട് വരും. പിന്നെന്താണ്? വൃത്താകൃതിയിലുള്ള പാതയിൽ സ്ഥിരമായ വേഗതയിൽ ചലിക്കുന്ന ഒരു ബസ് ഒരു ഇനേർഷ്യൽ അല്ലാത്ത ഫ്രെയിമിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇനേർഷ്യൽ അല്ലാത്ത ഫ്രെയിമിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത് വൃത്താകൃതിയുള്ള പാതയിൽ സ്ഥിരമായ വേഗതയിൽ ചലിക്കുന്ന ഒരു ബസ്സാണ്. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. മൂന്നാമത്തെ പ്രസ്താവന അപ്പോൾ തെറ്റാണ്. ശരിയായത് മാത്രം പഠിച്ചു പോകാം. ന്യൂട്ടൻ്റെ നിയമങ്ങൾ നേരിട്ട് ബാധകമാകുന്നത് ഇനേർഷ്യൽ ഫ്രെയിമുകളിൽ മാത്രമാണ്. വൃത്താകൃതിയിലുള്ള പാതയിൽ സ്ഥിരമായ വേഗതയിൽ ചലിക്കുന്ന ഒരു ബസ് ഒരു ഇനേർഷ്യൽ അല്ലാത്ത ഫ്രെയിമിൻ്റെ ഒരു ഉദാഹരണമാണെന്ന് പറയുന്നതും ശരിയാണ്. ഒന്നല്ലാണ് ശരിയായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, തെർമോഡൈനാമിക്സിൻ്റെ പൂജ്യം നിയമം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? തെർമോഡൈനാമിക്സിൻ്റെ പൂജ്യം എന്ന് പറയുന്ന നിയമം എന്തിനാണ് സൂചിപ്പിക്കുന്നത്? എന്താണ്? താപ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നതാണ്. ഐക്യരാഷ്ട്രസഭ 2025 ഡേഷായി പ്രഖ്യാപിക്കുന്നു. ഐക്യരാഷ്ട്രസഭ 2025 എന്തായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്? അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായിട്ടാണ് ആചരിക്കുന്നത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, കാർബണിൻ്റെ ഒരു അലോട്രോപ്പായ ഗ്രാഫീൻ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഒരു ദ്വിമാന 2D പദാർത്ഥമാണ്. വലിപ്പം വർദ്ധിക്കുന്നതിനനുസരിച്ച് താഴെ പറയുന്ന അയോണുകൾ ക്രമീകരിക്കുക. ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. നൈട്രജൻ, ഫ്ലൂറിൻ, അതുപോലെ തന്നെ മഗ്നീഷ്യം, അലുമിനിയം എന്ന് പറയുന്ന ഇതാണ് വരുന്നത്. നെക്സ്റ്റ്, പുകയില സസ്യങ്ങളിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ഏതാണ്? പുകയില സസ്യങ്ങളിൽ കാണപ്പെടുന്ന എന്താണ്? നിക്കോട്ടിനാണ്. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനും സമന്വയത്തിനാണ്. നെക്സ്റ്റ്, 2024 ഏപ്രിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെൻറ്റിൽ വിജയിച്ച യുവതാരത്തിൻ്റെ പേരെന്താണ്? 2024 ഏപ്രിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെൻറ്റിൽ വിജയിച്ച യുവതാരത്തിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ സി ആണ്, ഡി ഗുഗേഷ്. മുച്ചിലോട്ട് ഭഗവതി കേരളത്തിലെ ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുച്ചിലോട്ട് ഭഗവതി ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടതാണ്? തെയ്യം. കേരള കലാമണ്ഡലം ചാൻസലറായ പ്രശസ്ത ഭരതനാട്യം കലാകാരൻ്റെ പേരെന്താണ്? കേരള കലാമണ്ഡലം ചാൻസലറായ പ്രശസ്ത ഭരതനാട്യം കലാകാരൻ്റെ പേരെന്താണ്? ഓപ്ഷൻ ബി മല്ലിക സാരാഭായ്. 2010 സലീം കുമാറിനെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമയുടെ പേരെന്താണ്? ഓപ്ഷൻ ഡി ആദാമിൻ്റെ മകൻ അബു. പങ്കജ് അദ്വാനി ഏത് കായിക ഇനത്തിലാണ് ലോക ചാമ്പ്യൻ? പങ്കജ് അദ്വാനി ഏത് കായിക ഇനത്തിലാണ് ലോക ചാമ്പ്യൻ? ഓപ്ഷൻ സി ബില്യാർഡ്സ്. നെക്സ്റ്റ് മലയാളമാണ്. ഹ്രദം എന്ന വാക്കിന് സമാന പദം കണ്ടെത്തുക. മലയാളം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒരു 8 ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും എടുത്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നത് കേട്ടോ. ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാൻ ഉപകാരപ്രദമാവുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഹ്രദം എന്ന വാക്കിന് സമാന പദം ഏതാണ്? ഓപ്ഷൻ സി കയമാണ്. കയം.
താഴെ പറയുന്നതിൽ ശരിയായ രൂപം ഏതാണ്? താഴെ പറയുന്നതിൽ ശരിയായ രൂപം ഏതാണ്? ഉപോത് ബലകം എന്നാണ് എഴുതുക. ഉപ്പോത് അങ്ങനെ പഠിച്ചിരിക്കുക. ഉപ്പോത് ബലകം. നെക്സ്റ്റ് കോൺസിലിയേഷൻ എന്ന പദത്തിൻ്റെ കൃത്യമായ വിവർത്തനം ഏതാണ്? ഓപ്ഷൻ എ അനുരഞ്ജനം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആശാന്റെ കവിത ഗഹനമായ ആശയങ്ങളാൽ സമ്പുഷ്ടമാണ്. നെക്സ്റ്റ് മാടമ്പി എന്നതിൻ്റെ എതിർലിംഗം എന്താണ്? കെട്ടിലമ്മ. ആപത്തിലെ ധൈര്യം എന്നർത്ഥമുള്ള ശരിയായ പദം ഏതാണ്? വിപതി ധൈര്യം. ഒന്നിനെയും വകവയ്ക്കാത്തവൻ എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? പാഷാണത്തിൽ കൃമി. വെണ്മ എന്ന പദം പിരിച്ചെഴുതുക. ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആണ് അല്ലേ? 2025 തന്നെ നമുക്ക് കുറേ കൊണ്ട ക്വസ്റ്റ്യൻ ആണ്. വെണ്മ എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് വെളു പ്ലസ് മാ. നിഴൽ യുദ്ധം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത് എന്താണ്? ഓപ്ഷൻ ബി നിഴലിനോടുള്ള യുദ്ധം. കൗമുദി, ജ്യോത്സന എന്നിവ ഏതിൻ്റെ പര്യായ പദങ്ങളാണ്? നിലാവിൻ്റെ പര്യായ പദങ്ങളാണ് കൗമുദി, ജ്യോത്സന. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് സെയിൽസ് അസിസ്റ്റൻറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.